ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനം പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 33-ാമത്തെ തിരുവചനം. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കുന്നു. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധനായ പൗലോസ്ലീഹ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്നവരുടെ സ്വാധീനത്തെ ശക്തമായി എതിർത്തുകൊണ്ട് പറയുന്ന വാക്കാണ് അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കുമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ കാര്യമായിട്ട് സ്വാധീനിക്കും. ബന്ധങ്ങൾ മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റും. ഉദാഹരണം പറഞ്ഞാൽ, നാം ഒരു വ്യക്തിയുമായി ഇടപഴകുമ്പോൾ അവന്റെ ചിന്തകളും അവന്റെ ഭാഷയും അവന്റെ സ്വഭാവവും ഒക്കെ അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മളിലേക്ക് വരും. അറിയാതെ തന്നെ അവന്റെ ജീവിതത്തോട് നമ്മുടെ ജീവിതം ചേർന്ന് പോകാനായിട്ട് ഇടയാക്കിയത്. ഒരുപക്ഷെ അവന്റെ ജീവിത ശൈലി നമ്മുടെ ജീവിത ശൈലിയായിട്ട് മാറാനായിട്ട് ഇടയാക്കിയത്. രണ്ടാമത്തെ കാര്യം, ചില ബന്ധങ്ങൾ നമ്മളുടെ വിശ്വാസം വളർത്തും, ചിലത് വിശ്വാസം തളർത്തി കളയും. ഒരുപക്ഷെ ചില ആളുകൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണെങ്കിൽ, നമ്മൾ അവരോട് കൂടെ ചേരുമ്പോൾ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ അവിടെ ശക്തിപ്പെടാനിടയാവും. എന്നാൽ നേരെ മറിച്ച് ചില വ്യക്തികൾ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ വീണ് കിടക്കുന്ന വ്യക്തികളാണ്, ലോകൈക കാര്യങ്ങളാണ് അവരേറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതെങ്കിൽ, അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം തകർന്നു പോകാനായിട്ട് ഇടയാക്കിയിരുന്നു. മൂന്നാമത്തെ കാര്യം, ചില ബന്ധങ്ങൾ പോസിറ്റീവ് സ്വാധീനം നൽകും, ചിലത് നെഗറ്റീവ് സ്വാധീനങ്ങളൊക്കെ ചെലുത്താനിടയും. പോസിറ്റീവായിട്ടുള്ള സ്വാധീനങ്ങൾ നൽകുന്നതിന്റെ ഉദാഹരണം രണ്ടെണ്ണം പറഞ്ഞാൽ, ഒന്ന് ദാവീദും യോനാഥാനും തമ്മിലുള്ള ബന്ധമാണ്. അവര് നല്ല സുഹൃത്തുക്കളാണ്. അവര് തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടാനും അവരുടെ സൗഹൃദം മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടാനൊക്കെ ഇടയാക്കിയിരുന്നു. രണ്ട്, യേശുവും ശിഷ്യന്മാരുമുള്ള ബന്ധമാണ്. യേശു ശിഷ്യന്മാരോടൊത്ത് ആയിരിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ മേഖലകളിൽ വർധനമുണ്ടാകുകയാണ്. ഇനിയും നെഗറ്റീവായിട്ടുള്ള സ്വാധീനം, ചില ബന്ധങ്ങളിലുള്ള നെഗറ്റീവ് സ്വാധീനം, അതിന്റെ ഉദാഹരണം ശിംശോനും ദലീലയുമാണ്. ശിംശോന്റെ ദൈവിക ശക്തി നഷ്ടപ്പെടാനുള്ള കാരണം ദലീലയായിട്ടുള്ള കൂട്ടാണ്. തെറ്റായ ഒരു ബന്ധത്തിലേക്ക് അത് കടന്നുപോയി അവന്റെ ദൈവിക ശക്തി നഷ്ടപ്പെടാൻ ഇടയാക്കിയിരുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം, ശലോമോൻ രാജാവ് അന്യ സ്ത്രീകളെ വിവാഹം ചെയ്ത വഴി, അന്യ സ്ത്രീകളെ ഭാര്യമാരാക്കിയ വഴി ദൈവത്തിൽ നിന്ന് അകന്ന് വിഗ്രഹാരാധനയിലേക്ക് മാറിപ്പോയതായിട്ടും അതിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശലോമോൻ രാജാവിന്റെ മരണസമയമാകുമ്പോൾ അവൻ വിഗ്രഹാരാധനയിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? നീ ആരൊക്കെയാണ്? നിന്നെ സ്വാധീനിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? നിന്റെ ചുറ്റുപാട് നിൽക്കുന്നത് ആരൊക്കെയാണ്? നീ ഒന്ന് തിരിഞ്ഞു നോക്കുക. രണ്ട്, ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്ന സുഹൃത്തുക്കളെ ഒക്കെ നീ ഉപേക്ഷിക്കുക. ദൈവത്തോട് നിന്നെ ചേർത്ത് നിൽക്കുന്ന ആളുകളുമായി കൂട്ടുകൂടുക. നമ്മെ പ്രാർത്ഥനയിലും സഭാജീവിതത്തിലും വിശുദ്ധിയിലും ഒക്കെ വളർത്തുന്നവരെ അവരോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ കൂട്ടുകാരാക്കാം. അതിനെ പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.